നമസ്കാരം സുഹൃത്തുക്കളെ. മാർക്കോ എന്ന സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമ ഒരു പക്ക വയലന്റ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൗസ്ഫുൾ തിയേറ്ററിൽ ചെറുപ്പക്കാർക്കൊപ്പം ഇരുന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. തുടക്കത്തിലെ നന്ദി പറച്ചിൽ ഒരുപാട് നീണ്ടുപോയിരുന്നു. അതിനുശേഷമാണ് ഡബ്സി പാടിയ ആ സോങ് വരുന്നത്. ആ സോങ് ഫോണിൽ കേട്ടതുപോലെ തന്നെയാണ് തിയേറ്ററിലും. വോക്കൽസ് ഒന്നും തന്നെ ക്ലിയർ അല്ല. പിന്നീട് സിനിമയിലേക്ക് കടക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഡയലോഗിലും ഈ പ്രശ്നം വ്യക്തമാണ്. അതായത് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ക്ലിയർ ആവുന്നില്ല. അവിടെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ ഡയലോഗും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയലോഗും സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവാത്ത പോലെ. സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ബിലോ ആവറേജ് പടമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വയലൻസ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ പേരിനൊരു കഥ ഇട്ടതിന് ശേഷം ഫുള്ള് ഫോക്കസ് വയലൻസിലാണ്. ഈ സിനിമ കാണുമ്പോൾ മൊത്തത്തിൽ ഞാനൊരു പ്രശാന്ത് നീൽ സിനിമ കാണുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമ മൊത്തത്തിൽ ഒരു ഡാർക്ക് ടോണിലാണ് പോകുന്നത്. അതുപോലെ തന്നെ രവി ബസൂറിന്റെ ബീജമും പ്രശാന്ത് നീൽ സിനിമയ്ക്ക് ചെയ്യുന്ന ബീജത്തിന്റെ അതേ ഒരു ഫീൽ തരുന്നുണ്ട്. പക്ക ഒരു വയലൻസ് നിറഞ്ഞ ഫൈറ്റ് ആണെങ്കിലും ഫൈറ്റിനകത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റണ്ടുകളോ ഒന്നും ഞാൻ കണ്ടില്ല. സാധാരണ സിനിമകളിൽ ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന പോലെ ഒരു ഫൈറ്റിന്റെ എക്സ്റ്റെൻഡഡ് വെർഷനായിട്ട് മാത്രമേ ഇതിലെ ഫൈറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കൂടാതെ ഫൈറ്റ് വരുന്നതിന് മുമ്പുള്ള സമയത്തെ സിറ്റുവേഷൻസ് ഒന്നും തന്നെ ഇമോഷണലി കണക്റ്റഡ് ആവുന്നതേ ഇല്ല. അത് പ്രധാനമായും എഴുതി വെച്ച ഡയലോഗിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയിൽ ഡബ്സി പാടിയ സോങ് കൂടാതെ വേറെ സോങ്ങുകളും വരുന്നുണ്ട്. എല്ലാ സോങ്ങിനും ഈ വോക്കൽ പ്രശ്നം പ്രകടമാണ്. ഉണ്ണിമുകുന്ദന്റെ പ്രകടനം ഒരു ശരാശരി പ്രകടനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലൊരു നടനെ ഫൈറ്റ് സീനുകളിൽ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നി. ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടറിന് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. സിദ്ദിഖിക്കയുടെ കഥാപാത്രം ഗംഭീരമായിരുന്നു. അദ്ദേഹം ആസ് യൂഷ്വൽ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്ന എല്ലാവരെയും വെറുതെ കൊണ്ടുവന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവർക്കൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് അത് ചെയ്യാനില്ല. മൊത്തത്തിൽ ശരാശരിക്ക് താഴേക്കുന്ന ഒരു സിനിമയായിട്ടാണ് മാർക്കോ എനിക്ക് തോന്നിയിട്ടുള്ളത്.